എനിക്കിത് വെറുതെ പറക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർത്താലോ? ഈ ഇൻഗ്രീഡിയന്റ് കറിയുടെ ടേസ്റ്റേ വേറെ ലെവലാക്കും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദബൂസ് വേൾഡ്. ഇങ്ങനെ ഒരു ചിക്കൻ ലിവർ റോസ്റ്റ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്തിന് വെറുതെ തന്നെ കഴിക്കാനും ഒരു കിടിലൻ ഐറ്റമാണിത്. ഞാനിവിടെ ഫ്രോസൺ ചിക്കൻ ലിവർ ആണ് എടുത്തിട്ടുള്ളത്. ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കടുകിട്ട് നമുക്ക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കണം. ഉള്ളി എളുപ്പത്തിൽ വഴണ്ട് കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ സവോളയെല്ലാം കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യമായി ഒരു ചെറിയ സ്പൂണിൽ മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അര സ്പൂൺ സാദാ മുളക് പൊടി, ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ സ്പൂൺ ഗരം മസാല ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കേണ്ടതാണ്. പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കന്റെ ലിവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 500 ഗ്രാം ചിക്കൻ ലിവർ ആണ് റോസ്റ്റിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞാൻ ഇത് തുറന്നു നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ചിക്കൻ ലിവറിലുള്ള വെള്ളമെല്ലാം ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി പിന്നെയും മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പൊ ഇതിലെ വെള്ളമെല്ലാം വറ്റി ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർത്താലോ? ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി, ഒരു ചെറിയ സ്പൂൺ ഗരം മസാല ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഫ്രഷ് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് നന്നായി മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി ലാസ്റ്റായി ആഡ് ചെയ്യുന്ന ഈ ഇൻഗ്രീഡിയന്റ് ഉണ്ടല്ലോ, കറിയുടെ ടേസ്റ്റേ വേറെ ലെവലാക്കും. അത് നല്ല വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നമുക്ക് നന്നായി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് പിന്നെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. ആ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് ഇളക്കുമ്പോൾ വരുന്ന ഒരു മണം ഉണ്ടല്ലോ, എന്ന മണമാണെന്നറിയാമോ? എനിക്കിത് വെറുതെ പറക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ അടിപൊളി ചിക്കൻ ലിവർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പൊ ബൈ ബൈ.